ഈ 1 ഇയർ അല്ലെങ്കിൽ 1.5 ഇയേഴ്സിൻ്റെ കോഴ്സിന് സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഇല്ല. ഓക്കെ, മെൽബൺ. അപ്പോൾ ഞാൻ പറഞ്ഞു 2 വർഷം സ്റ്റേ ബാക്ക് ഉള്ളൂ, 3 വർഷം കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചു ആക്ച്വലി ഷോക്കായി പോയി. ബിക്കോസ് ദർ ആർ സം കോഴ്സസ് നിങ്ങൾ കാറ്റഗറി 1 നിന്നാലും നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് വരുന്നില്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും വറിയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഐ ആം സെറ്റിംഗ് യുവർ എൻറ്റയർ കരിയർ പാത്വേ. ഓസ്ട്രേലിയ സ്റ്റേ ബാക്ക് എത്ര വർഷമാണ്? 2 ആണോ 3 ആണോ 4 ആണോ 5 വർഷമാണോ? പലരും പല രീതിയിൽ പറയും. ഈ ഇടയ്ക്ക് ഒരു കുട്ടി എന്നെ വിളിച്ചു ചോദിച്ചു, ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞു. അതായത് ചോദിക്കുക, സാറേ എനിക്ക് 3 വർഷം സ്റ്റേ ബാക്ക് ഇല്ലേ ഓസ്ട്രേലിയയിൽ? ഞാൻ പറഞ്ഞു ഏത് യൂണിവേഴ്സിറ്റിയാണ്? മെൽബൺ ബേസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, മെൽബൺ. അപ്പോൾ ഞാൻ പറഞ്ഞു 2 വർഷം സ്റ്റേ ബാക്ക് ഉള്ളൂ, 3 വർഷം കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചു ആക്ച്വലി ഷോക്കായി പോയി. ബിക്കോസ് അവരുടെ ഏജൻസ് അങ്ങനെയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പല പിള്ളേരും ഉണ്ട്, പല ക്വസ്റ്റ്യൻസ് ഉണ്ട്, പലർക്കും കൺഫ്യൂഷനുണ്ട്. സോ ഈ ഒരു കൺഫ്യൂഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നത്. ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് നിങ്ങൾ മൊത്തം കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് ഓസ്ട്രേലിയയെ പറ്റി നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും. എൻ്റെ പേര് എബിൻ മാത്യു വർഗീസ്. ഗൈഡ് ടു ഹൈറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, ആദ്യമായിട്ട് എന്താണ് സ്റ്റേ ബാക്ക്? സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഒഫീഷ്യൽ വേർഡ് എന്ന് പറയുന്നത് ടെമ്പററി ഗ്രാജുവേറ്റ് വീസ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ PR വീസ എന്ന് പറയും. ഓക്കെ, ഇതിന് ഒരു 485, ഇതിന് സബ് ക്ലാസ് 485 എന്നാണ് സാധാരണ ഒരു കോഡ് ഇതിന് പറയാം, ഒരു വീസ കോഡ് പറയാം. അപ്പോൾ ഇതാണ് സ്റ്റേ ബാക്ക്. സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കോഴ്സ് ഓസ്ട്രേലിയ പഠിത്തം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺട്രിയിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ ടൈമായിട്ട് ജോലി ചെയ്യാം. കോഴ്സ് പഠിച്ച് പാസ്സാവണം. പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് PRലോട്ട് നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കും. അപ്പം ഇതാണ് സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത്. സ്റ്റേ ബാക്ക് പല സ്ഥലത്തും പല രീതിയിലാണ്. അതായത് ഇപ്പം നിങ്ങൾ സിറ്റിയിൽ പഠിക്കുവാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേ ബാക്ക് ഇയേഴ്സ് ആണ്, അല്ലെങ്കിൽ റീജിയണിൽ പഠിക്കുവാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേ ബാക്ക് ആണ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3. അത് ഇപ്പോൾ ഒന്ന് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, ഞാൻ കുറച്ചും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഈ ഒരു 2 റീജിയണൽ ഏരിയയും വെക്കുക, സിറ്റി ഏരിയയും ഉള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, പല യൂണിവേഴ്സിറ്റീസ് റീജിയണിലുണ്ട്, പല യൂണിവേഴ്സിറ്റീസ് സിറ്റിയിലുണ്ട്. ബാച്ചിലേഴ്സ് ആയിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ PhD ആയിരിക്കും. എങ്ങനെയാണ് ഈ ഒരു സ്റ്റേ ബാക്ക് ഓപ്ഷൻ എനിക്ക് അപ്ലൈ ആവുക? ഹൗ ഡു ഐ ഗെറ്റ് ദി മാക്സിമം സ്റ്റേ ബാക്ക് ഓപ്ഷൻ? ഓക്കെ, അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് കാറ്റഗറി എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് മെയിൻലി ആ ഡ്യൂറേഷൻ ഇത് അറിഞ്ഞിരിക്കണേ. ഈ കാറ്റഗറി എന്താണ്? കാറ്റഗറി 3 തരത്തിലാണുള്ളത്. കാറ്റഗറി 1, കാറ്റഗറി 2 ആൻഡ് കാറ്റഗറി 3. നൗ കാറ്റഗറി 1 എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് 3 സ്ഥലങ്ങളുണ്ട്. കാറ്റഗറി 1 സിമ്പിളായിട്ട് സിറ്റി എന്ന് പറയാം. സ്ക്രീനിൽ കാണുന്ന പോലെ മെൽബൺ, സിഡ്നി ആൻഡ് ബ്രിസ്ബെൻ, ഈ 3 സ്ഥലങ്ങൾ കാറ്റഗറി 1 ആണ്. ഓക്കെ, നൗ കാറ്റഗറി 2 എന്താണെന്നുള്ളതാണ്. അത് മേജർ റീജിയണൽ ഏരിയ സെൻറ്റേഴ്സ് ആണ്. അത് പെർത്ത്, അഡലേഡ്, കാൻബറ, ഗോൾഡ് കോസ്റ്റ്, സൺഷൈൻ കോസ്റ്റ്, ന്യൂ കാസൽ, വോളോങ്ങോങ്, ജിലോങ്, ഹൊബാർട്ട്, പിന്നെ കുറച്ച് അങ്ങനത്തെ സ്ഥലങ്ങൾ. ഇപ്പം ഇതാണ് കാറ്റഗറി 2 സാധാരണ വരിക. നൗ കാറ്റഗറി 3 എന്ന് പറയുന്നത് ഡാർവിൻ, ബാൽറാറ്റ്, ബെൻഡിഗോ, റോക്ക്ഹാംപ്റ്റൺ, വാഗ, ബാത്റസ്റ്റ് ആൻഡ് അതേഴ്സ്. ഇപ്പം കുറച്ച് യൂണിവേഴ്സിറ്റീസൊക്കെ നമ്മുടെ ഈ വാഗ, ബാത്റസ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ സൂപ്പർ റീജിയണൽ, അത് കാറ്റഗറി 3 വരുന്ന യൂണിവേഴ്സിറ്റീസാണ്. അപ്പം ഇതാണ് കാറ്റഗറീസ്. അപ്പം ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ലിസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്കിനി മുമ്പോട്ട് പോകേണ്ടത്. നൗ കാറ്റഗറി 1-ന് 2 ഇയേഴ്സ് സ്റ്റേ ബാക്കേ ഉള്ളൂ. ജസ്റ്റ് 2 ഇയേഴ്സ്. ഓക്കെ, നൗ കാറ്റഗറി 2-നകത്ത് യു ഹാവ് +1 മോർ. അതായത് ഓൾറെഡി ഒരു 2 ഇയേഴ്സ് ഉണ്ട്, +1 വിച്ച് ഇസ് ഈസിക്കൽ ടു 3 ഇയേഴ്സ്. ഓക്കെ, നൗ കാറ്റഗറി 3-നകത്ത് +2 ഇയേഴ്സ്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് 2 ഇയേഴ്സ് കിട്ടും, +2 ഈസിക്കൽ ടു 4 ഇയേഴ്സ്. ദിസ് ഇസ് ഹൗ ദി ഇത് ഡ്യൂറേഷൻ വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് കോഴ്സിൻ്റെയും കൂടെ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും കൂടെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ബട്ട് നോർമലി കാറ്റഗറി 1 ഇസ് അഗെയിൻ 2 ഇയേഴ്സ്, കാറ്റഗറി 2 ഇസ് 3 ഇയേഴ്സ് ആൻഡ് കാറ്റഗറി 3 ഇസ് 4 ഇയേഴ്സ്. ഇത് നിങ്ങൾ ഫിക്സ് ചെയ്യാം. അടുത്തത് നിങ്ങൾ ബാച്ചിലേഴ്സ് പഠിക്കാൻ പോവുക, മാസ്റ്റേഴ്സ് പഠിക്കാൻ പോവുക, അല്ലെങ്കിൽ PhD. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾ ബാച്ചിലേഴ്സ് പഠിക്കാൻ പോവുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണാം, നിങ്ങൾക്ക് കാറ്റഗറി 1 സ്ഥലത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷമേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ മെൽബണിൽ ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് ചെയ്യുവാണെങ്കിൽ
നിങ്ങൾക്ക് 2 ഇയേഴ്സ് സ്റ്റേ ബാക്കേ ഉള്ളൂ. ലെറ്റ് ഇറ്റ് ബി എനി കൈൻഡ് ഓഫ് കോഴ്സ്. നിങ്ങൾ കാറ്റഗറി 2 എന്ന സ്ഥലത്ത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം സ്റ്റേ ബാക്ക് കിട്ടും. കാറ്റഗറി 3 പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 4 ഇയേഴ്സ് സ്റ്റേ ബാക്ക് കിട്ടും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എനി ബാച്ചിലേഴ്സ് കോഴ്സ്. Okay, let it be IT or let it be education or any kind of course you're doing, social work, ഏതായാലും സ്ഥലത്തിൻ്റെ കാറ്റഗറി വെച്ചിട്ടാണ് കിട്ടുക. സോ ദ ഫൈനൽ അഗെയിൻ ഈസ് കാറ്റഗറി 1 is 2 years, category 2 is 3 years and category 3 is 4 years. So this is how the bachelor's thing work. Now coming to masters. മാസ്റ്റേഴ്സിൽ 2 സെക്ഷൻ ഉണ്ട്. ഒന്ന് മാസ്റ്റേഴ്സ് ബൈ കോഴ്സ് വർക്ക്, ഓക്കെ, ആൻഡ് റിസർച്ച്, മാസ്റ്റേഴ്സ് ബൈ റിസർച്ച്. ഇത് രണ്ടെണ്ണമാണ്, രണ്ടിനും വ്യത്യാസമുണ്ട്. എക്സാമ്പിൾ ഈ സ്ക്രീനിൽ കാണാം. മാസ്റ്റേഴ്സ് ഓഫ് കോഴ്സ് വർക്ക് നിങ്ങൾ എടുക്കുവാണെങ്കിൽ, അതായത് നിങ്ങളുടെ സിഒയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് കോഴ്സ് വർക്ക് ആണോ റിസർച്ച് ആണോ എന്ന്. അപ്പം കാറ്റഗറി 1 ആണെങ്കിൽ 2 ഇയേഴ്സ്, കാറ്റഗറി 2 ആണെങ്കിൽ 3 ഇയേഴ്സ് ആൻഡ് കാറ്റഗറി 3 ആണെങ്കിൽ 4 ഇയേഴ്സ്. ദിസ് ഇസ് ഫോർ ദി കോഴ്സ് വർക്ക് പ്രോഗ്രാം. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ഫോർ ദി മാസ്റ്റേഴ്സ് ഇൻ റിസർച്ച് പ്രോഗ്രാം, അതിന് വ്യത്യാസമുണ്ട്. കാറ്റഗറി 1 ആണെങ്കിൽ 3 ഇയേഴ്സ്, കാറ്റഗറി 2 ആണെങ്കിൽ 4 ഇയേഴ്സ് ആൻഡ് കാറ്റഗറി 3 ആണെങ്കിൽ 5 years. Okay, so this is how master of research, because research is a bit different than course work. ഇപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട് റിസർച്ച് എടുക്കണോ കോഴ്സ് വർക്ക് എടുക്കണമെന്ന്. രണ്ടിനും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇറ്റ് ഈസ് മോർ റിസർച്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടുതൽ അസൈൻമെൻറ്റ്സും ആൻഡ് ഇറ്റ് ഈസ് ബിറ്റ് മോർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നിങ്ങൾ തന്നെ റിസർച്ച് ബേസ്ഡ് ആയിരിക്കും, കൂടുതൽ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വേർ കോഴ്സ് വർക്ക് എന്ന് പറയുന്നത് യു വിൽ ഹാവ് എ സിലബസ്, പ്രോപ്പർ സിലബസ് വെർ യു ഹാവ് ടു സ്റ്റഡി ഫ്രം ദാറ്റ്. അതിൻ്റെ ബേസിൽ നിന്നുള്ള അസൈൻമെൻറ്റ്സും എക്സാമും കാര്യങ്ങളായിരിക്കും. രണ്ടും പഠിച്ചാലും ഈക്വലാണ്. ബട്ട് റിസർച്ച് ഈസ് എ ബിറ്റ് മോർ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എക്സ്പോഷർ എനിക്ക് ഫീൽ ചെയ്തത് റിസർച്ച് പ്രോഗ്രാമിലാണ്. പക്ഷെ നിങ്ങൾക്ക് പാടാണ് എന്നൊക്കെ തോന്നുവാണെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. Okay, so for this purpose, to understand your course, understand your stay back and admission process, ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൾ വിളിച്ചാൽ മതി. I'll help you out with the entire process. Okay, so call Guide to Heights for your entire admission thing. Now coming to the PhD side, നിങ്ങൾ PhD പഠിക്കാൻ പോവുകയാണെങ്കിൽ കാറ്റഗറി 1-ൽ 3 ഇയേഴ്സ് ഉണ്ട്, കാറ്റഗറി 2-ൽ 4 ഇയേഴ്സ് ഉണ്ട്, കാറ്റഗറി 3-ൽ 5 ഇയേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് വേ ഡിഫറെൻറ്റ് ദാൻ മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ്. അതാണ് പി എച്ച് ഡിയുടെ ഒരു ഗുണം. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് അത് ബിക്കോസ് ഇതിലൊരു ആപ്ലിക്കേഷൻ സ്റ്റൈലും വ്യത്യാസമാണ്, വിച്ച് ഐ വിൽ ടെൽ യു ഇൻ ദ നെക്സ്റ്റ് വൺ. സോ ബട്ട് പി എച്ച് ഡിക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് കിട്ടുന്നത്. അതുകൊണ്ട് ഒറ്റയടിക്ക് ഒരാളൊന്ന് പറയാം, എടാ നമുക്ക് ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ബാച്ചിലേഴ്സ് ചെയ്ത് നമുക്ക് 5 ഇയേഴ്സ് സ്റ്റേ ബാക്ക് കിട്ടും അല്ലെങ്കിൽ 4 ഇയേഴ്സ്, എടുത്ത് ചാടരുത്. നോക്കേണ്ടത് ഇതാണ്, അത് ഏത് കാറ്റഗറിയിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ കോഴ്സാണ് എന്നാൽ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ഓക്കെ, ഡിസ്ക്രിപ്ഷൻസിൽ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ അവിടെ ചോദിക്കാം. ആൻഡ് യു ക്യാൻ ഓൾസോ ഫൈൻഡ് ദ ലിസ്റ്റ് ആൻഡ് ഡൗൺലോഡ് ഇറ്റ് ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് യുവർ സ്റ്റേ ബാക്ക് ഓപ്ഷൻ. നൗ കമ്മിങ് ടു മാസ്റ്റേഴ്സ്, കുറേ പിള്ളേർ 1 ഇയർ 1.5 ഇയേഴ്സിൻ്റെ കോഴ്സിന് പോകുന്നുണ്ട്. സോ ഈ 1 ഇയർ അല്ലെങ്കിൽ 1.5 ഇയേഴ്സിൻ്റെ കോഴ്സിന് സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഇല്ല. ഓക്കെ, ദ റൂൾ ഈസ് ഇഫ് യു വോണ്ട് സ്റ്റേ ബാക്ക് യു ഷുഡ് സ്റ്റഡി മിനിമം 2 ഇയേഴ്സ് അല്ലെങ്കിൽ 92 വീക്സ് ആയിരിക്കണം. സോ നിങ്ങൾക്കൊരു 92 വീക്സിൻ്റെ കോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് എലിജിബിലിറ്റി ഇല്ല. പ്ലീസ് ഡോണ്ട് ജംപ് ഇൻ ടു ദിസ് ട്രാപ്പ്. ദർ ഇസ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഈ ഒരു പ്രശ്നം ചാടുന്നു. നിങ്ങൾ 1.5 ഇയേഴ്സിന് പഠിക്കുവാണെങ്കിൽ മൈ സജഷൻ ഇസ് അറ്റ്ലീസ്റ്റ് സ്പെൻഡ് എ ബിറ്റ് മോർ മണി ആൻഡ് ഡു ദ 2 ഇയർ പ്രോഗ്രാം. Okay, because കുറച്ച് ഗ്രൂപ്പ് 8 യൂണിവേഴ്സിറ്റീസ് ലെവൽ 1 ഒക്കെ യു ക്യാൻ ഫൈൻഡ് ദറ്റ് ഗുഡ് കോഴ്സസ് ആർ ഫോർ മേബി 1.1 or 1.5, ബട്ട് ഐ വുഡ് സജസ്റ്റ് യു ടു ഡു എ 2 ഇയർ പ്രോഗ്രാം. പിന്നെ നിങ്ങൾക്ക് ആ സ്റ്റേ ബാക്ക് കിട്ടും. ദെൻ യു ക്യാൻ വർക്ക് ആൻഡ് മേക്ക് ദ ബാക്ക് ദറ്റ് മണി കേട്ടോ. ബിക്കോസ് വൺസ് നിങ്ങൾ 1.5 കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു കോഴ്സിലോട്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പഠിച്ചിട്ട് തിരിച്ച് നാട്ടിൽ പോകേണ്ട സിറ്റുവേഷൻ വരും. അതുകൊണ്ട് അതിലോട്ട് ആ പ്രശ്നത്തിൽ ഒന്നും ചാടരുത്. ഓക്കെ, നോ അത് വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളൊരു കാറ്റഗറി 2 യൂണിവേഴ്സിറ്റി എടുത്തു, നിങ്ങൾക്ക് 3 ഇയേഴ്സ് സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ 4 ഇയേഴ്സ് സ്റ്റേ ബാക്ക് നിങ്ങൾ എലിജിബിൾ ആയെന്ന് വിചാരിച്ചോ. ഒറ്റയടിക്ക് ഇപ്പോൾ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 4 ഇയേഴ്സ് എടുത്ത് തരത്തില്ല. ഓക്കെ, ദേ വിൽ ഓൺലി ഗീവ് യു ഫോർ 2 ഇയേഴ്സ്. ഓക്കെ, നൗ ഹൗ ഡു യു ക്ലെയിം ദി അതർ 2 ഇയേഴ്സ് ഓർ എൻ എക്സ്ട്രാ 1 ഇയർ എന്ന് പറയുന്നത്, പഠിക്കുന്ന സമയത്ത് ആ റീജിയണിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കണം. പഠിത്തം കഴിഞ്ഞിട്ട് ഫസ്റ്റ് 2 ഇയേഴ്സിനാണല്ലോ നമ്മൾ ആ കോഴ്സ് കഴിയുമ്പം ആദ്യത്തെ 2 ഇയേഴ്സ് നിങ്ങൾക്കുള്ളത് അതിൻ്റെ വിസ ആദ്യമേ അപ്ലൈ ചെയ്യണം. 485 സബ് ക്ലാസ് 485 യു അപ്ലൈ ഫോർ ദി ഫസ്റ്റ് വിസ. ഓക്കെ, ആ വിസയിലും നിങ്ങൾ ആ സ്ഥലത്ത് തന്നെ നിൽക്കണം.
അവിടെ തന്നെ ജോലി ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എല്ലാം ഗ്യാദർ ചെയ്യണം. ഈ പ്രൂഫ് എല്ലാം ഗ്യാദർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഈ 2 വർഷത്തെ സ്റ്റേ ബാക്ക് കഴിയുമ്പം അടുത്ത 2 വർഷത്തേക്കോ 1 വർഷത്തേക്കോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിച്ച് കംസ് ടു എ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് 3 or 4 years. മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? സോ ജസ്റ്റ് ഇമാജിൻ that you have completed a degree, or 1 degree you have completed in a regional area. Now you are eligible for a 3-year stay back. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്, 3-year stay back. അപ്പം the rule is you have to apply for the stay back visa for the first 2 years, okay, and you have to stay in the same regional area and work in the same regional place or any other regional place. It is fine. Then you can apply for the extra 2 years or 1 year. So this is how it works. അതുകൊണ്ട് പഠിത്തം കഴിഞ്ഞ് ഒറ്റയടിക്ക് 3 years കിട്ടണമെന്നില്ല. So don't panic. It has a process. If you are in the regional area, you don't need to worry. Or category 3 ആയാലും category 2 ആയാലും നിങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് be very careful when you choose a course, university and the place. It's very important because ഞാൻ എൻ്റെ എല്ലാ പിള്ളേരോടും പറയുന്നത് please make sure about these things, because there are some courses നിങ്ങൾ കാറ്റഗറി 1 നിന്നാലും നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് വരുന്നില്ല. ബിക്കോസ് ഇപ്പോൾ നമ്മൾ റീജിയണൽ ഏരിയ പോയാലും നമുക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ച് ജോലി കിട്ടാൻ അല്ലെങ്കിൽ താമസ സൗകര്യം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ദാൻ സിറ്റിയിലാണെങ്കിൽ അതിനൊരു പ്രയാസങ്ങളില്ല. ബട്ട് നിങ്ങൾക്ക് നല്ല കോഴ്സാണ്, ഒരു ഡയറക്റ്റ് PR എൻട്രി പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ കാറ്റഗറി 1 സ്ഥലത്ത് പോയി നിന്നാലും നിങ്ങൾക്ക് വലിയ ഇഷ്യൂ ഇല്ല. ബിക്കോസ് 2 years കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ജോലി എടുത്ത് അതിൽ PR കൺവേർഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നത്തിങ് ടു വറി. സോ പക്ഷേ നിങ്ങളിപ്പോൾ എക്സാമ്പിൾ നിങ്ങളുടെ SOL ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് SOL ഇല്ല, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള കോഴ്സസ് ആണെങ്കിൽ, സോ ഫോർ എക്സാമ്പിൾ മാനേജ്മെൻറ്റ് റിലേറ്റഡ് കോഴ്സസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇങ്ങനത്തെ കുറച്ച് കോഴ്സൊക്കെ ആണെങ്കിൽ, ഐ വുഡ് സജസ്റ്റ് യു ടു ഗോ ടു റീജിയണൽ കാറ്റഗറി 3 regional side അല്ലെങ്കിൽ category 2, which will help you to get more time to get experience and everything. So this is how you got to calculate. So ഇതാണ് ഈ വീഡിയോ. പക്ഷേ be very careful when you choose the course. പലർക്കും ഈ ഇൻഫോർമേഷൻ റൈറ്റ് ആയിട്ട് ഇല്ല. Share this video with your friends or your counselors so they get an idea about it. You can also download the list from the description to get an idea about this. So thank you so much. But if you are looking for admissions or anything, please give me a call. I will help you from the beginning till the end. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും വരേണ്ട ആവശ്യമില്ല, because I am setting your entire career pathway so that it is very, very smooth for you. Okay, and you don't need to jump into any other traps. Okay, so thank you so much for listening, and this is Ebin Matthew Varghese.